നമസ്കാരം. ജില്ലാ വാർത്തകളിലേക്ക് സ്വാഗതം. ആദ്യം പ്രധാന വാർത്തകൾ. ഭരണതലത്തിലും ഉദ്യോഗസ്ഥ തലത്തിലും നടന്ന ഗൂഢാലോചനയാണ് വോട്ടിംഗ് വൈകാൻ കാരണമായതെന്ന് DCC പ്രസിഡന്റ് കെ പ്രവീൺകുമാർ. അനാവശ്യ നിയന്ത്രണങ്ങൾ ജില്ലാ ഭരണകൂടത്തിന്റെയും തെരഞ്ഞെടുപ്പ് ഉദ്യോഗസ്ഥരുടെയും ഭാഗത്തു നിന്നും ഉണ്ടായതാണ് വോട്ടിംഗ് വൈകാൻ കാരണമെന്ന് NDA സ്ഥാനാർത്ഥി MT രമേശ്. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കോഴിക്കോട് ജില്ലയിൽ ഇത്തവണ 76.42% പോളിംഗ്. പോളിംഗ് ബൂത്തുകളിൽ കല്യാണ കാഴ്ചകൾ. വധൂവരന്മാർ വോട്ടവകാശം വിനിയോഗിച്ചു. കോഴിക്കോട് മണ്ണൂരിൽ ടൂറിസ്റ്റ് ബസ് നിയന്ത്രണം വിട്ട് മറിഞ്ഞ് ഒരാൾ മരണപ്പെട്ടു. നടൻ മാമുക്കോയയുടെ ഫോട്ടോ ടൗൺഹാളിൽ അനാച്ഛാദനം ചെയ്യണമെന്ന് മാമുക്കോയ ഫൗണ്ടേഷൻ. ഞാൻ നിഷിത സുരേഷ്. വിശദമായ വാർത്തകളിലേക്ക്. ഭരണതലത്തിലും ഉദ്യോഗസ്ഥ തലത്തിലും നടന്ന ഗൂഢാലോചനയാണ് വോട്ടിംഗ് വൈകാൻ കാരണമെന്ന് DCC പ്രസിഡന്റ് കെ പ്രവീൺകുമാർ. പാർട്ടി ഗ്രാമങ്ങളിൽ എതിർക്കുന്നവരെ ഭീഷണിപ്പെടുത്തിയതായും പ്രവീൺകുമാർ പറഞ്ഞു. കേരളത്തിന്റെ ചരിത്രത്തിൽ ആദ്യമായി ഇത്രയ്ക്ക് താറുമാറായ ഒരന്വേഷണ സമിതി ഉണ്ടായിട്ടില്ല. അത് പിന്നെ അവിടുന്ന് മുകളിൽ പറഞ്ഞാൽ അവിടെ ഞാൻ പറയാത്തത്. പക്ഷെ ഞാൻ പ്രത്യേകം എടുത്ത് പറയുന്നത് വടകരയുടെ കാര്യമാണ്. ഇന്നലെ നിങ്ങൾ പലരും ഉണ്ടായിരുന്നോ? അവിടെ ഉണ്ടായിരുന്നല്ലോ. രാത്രി 10 മണിക്കും 10:30 മണിക്കും ക്യൂ ആണ്. മേപ്പയിൽ ബൂത്ത് 150 വടകര. അവിടെ 10:30 മണിക്കാണ് പോളിംഗ് കഴിയുന്നത്. ഏതാണ്ട് ഞാൻ മറ്റൊരു കാര്യം പറയാം. ഓക്സിലറി ബൂത്തിന്റെ രൂപീകരണത്തിന് എണ്ണം കുറച്ചിരുന്നു. ഞങ്ങൾ അന്ന് ആവശ്യപ്പെട്ടതാണ്. ഈ VVPATലതും മെഷീനിൽ ശബ്ദം വരാൻ വൈകുന്നതും ഒരു ബൂത്തിലല്ലോ, ഏതാണ്ട് ഒരേ നമ്പർ ഓഫ് ബൂത്ത് വോട്ടേഴ്സിലെ ഒരു ബൂത്തിലുള്ളത്. പിന്നെ ഇങ്ങനെ ചില പർട്ടിക്കുലർ ബൂത്തിൽ മാത്രം ബാധിക്കുക. എടച്ചേരിയിലെ 1-ാം നമ്പർ 2-ാം നമ്പർ ബൂത്ത് CPM രാജ്യത്തിലെ ബൂത്താണ്. 1342 വോട്ട് പേരുള്ളത്. അതേ വോട്ടർമാരാണ് വടകരയിൽ 109 ഉള്ളത്. എടച്ചേരിയിൽ പ്രശ്നമില്ല, വടകരയിൽ പ്രശ്നം. അതെന്താ? ഇന്നലെ ഞാൻ ചീഫ് ഏജന്റ് നിലക്ക് വടകരയിലെ ബൂത്ത് സന്ദർശിക്കാൻ പോയപ്പോൾ 10-40 ബൂത്ത് പോയപ്പോൾ എനിക്ക് കാണാൻ സാധിക്കും. എനിക്ക് അതിന് മുമ്പേ വിളികൾ വന്നു. അതായത് എന്നെ കണക്ക് ചെറുപ്പമായ നല്ല ആരോഗ്യമുള്ള ആളുകൾ ഓപ്പൺ വോട്ടിന് ക്യൂ നിൽക്കുന്നു. കാരണം ഇത്തവണ സ്വന്തം പാർട്ടിയിൽ നിന്ന് വോട്ട് ചോരുന്നുള്ള ആശങ്കയുണ്ടായിരുന്നു CPM. ആ ആശങ്കകളിൽ എല്ലാവരെയും ഇത്തിരി സ്ഥലത്തേക്ക് വോട്ട് ചെയ്ത് നോക്കിയതാണ്. അപ്പോൾ ഇടപെട്ടു. കോഴിക്കോട് കലക്ടർ അതിൽ മാതൃകാപരമായി ഇടപെട്ടു, വളരെ നല്ല ഇടപെട്ടു. പിന്നീട് നടന്നത് വളരെ സുതാര്യമായിട്ടാണ്. എന്നിട്ട് പോലും ചില പാർട്ടി ഗ്രാമത്തിലെ, ഉദാഹരണത്തിന് വളയത്തെ ചൊഴി എന്ന് പറയുന്ന സ്ഥലത്തെ ബൂത്തിൽ ഒരു CPM കാര്യം പറഞ്ഞത്, ഇവിടെ കലക്ടർ എന്നുള്ള നിയന്ത്രിക്കുന്നത്, ഞങ്ങളാ തീരുമാനിക്കുന്നത്, ഇവന് കണ്ണ് കാണൂല, അങ്ങ് ചെയ്തേക്ക് വോട്ട് ഇല്ല അടിച്ചു കാലം കൊടുക്കുന്ന പറഞ്ഞു. പിന്നെ ഇതൊക്കെ പറയാത്തത് നമ്മുടെ കയ്യിൽ നേരിട്ട് തെളിവില്ല. അത്രയ്ക്ക് മോശകരമായ കാര്യങ്ങളാണ് മുമ്പ് നടക്കാറ്, ഇത്തവണ നടന്നു. പക്ഷെ ഇത്തവണ അതൊക്കെ സഹിക്കാം. ഉദ്യോഗസ്ഥ തലത്തിൽ ഭരണതലത്തിൽ നടന്ന ഗൂഢാലോചനയാണ് ഞങ്ങൾ ആകെ അത് ഞങ്ങൾ മാത്രമല്ല, ജനാധിപത്യത്തിൽ വിശ്വസിക്കുന്ന കേരളീയ പൊതുസമൂഹത്തിന് മുമ്പുള്ള ഏറ്റവും വലിയ നാളുകളിലേക്കുള്ള ആശങ്കയാണ്. അതുകൂടി അട്ടിമറിക്കപ്പെട്ടാൽ നമുക്ക് ജാഗ്രതയില്ല. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്. അനാവശ്യ നിയന്ത്രണങ്ങൾ ജില്ലാ ഭരണകൂടത്തിന്റെയും തെരഞ്ഞെടുപ്പ് ഉദ്യോഗസ്ഥരുടെയും ഭാഗത്തു നിന്നും ഉണ്ടായതാണ് വോട്ടിംഗ് വൈകാൻ കാരണമായതെന്ന് BJP സംസ്ഥാന ജനറൽ സെക്രട്ടറിയും NDA സ്ഥാനാർത്ഥിയുമായ MT രമേശ് കോഴിക്കോട്ട് മാധ്യമപ്രവർത്തകരോട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. അനാവശ്യമായിട്ടുള്ള നിയന്ത്രണങ്ങൾ ജില്ലാ ഭരണകൂടത്തിന്റെ ഭാഗത്തുണ്ടായത്, തെരഞ്ഞെടുപ്പ് ഉദ്യോഗസ്ഥന്മാരുടെ ഭാഗത്തുണ്ടായത് തെരഞ്ഞെടുപ്പ് വൈകാനിടയായിട്ടുള്ള ഒരു കാരണമാണ്. രാവിലെ ഓപ്പൺ വോട്ടുമായി ബന്ധപ്പെട്ടുകൊണ്ട് അനാവശ്യമായിട്ടുള്ള വിവാദമാണ് തെരഞ്ഞെടുപ്പ് ഉദ്യോഗസ്ഥന്മാർ, ഭരണാധികാരിമാരുടെ ഭാഗത്തുണ്ടായത്. ഓപ്പൺ വോട്ടിന് വരുന്ന ആളുകൾ ആ വോട്ടർ സ്വമേധയാ നൽകുന്ന ഡിക്ലറേഷൻ അത് അംഗീകരിക്കുക എന്നുള്ളതാണ് സാധാരണ നിലക്ക് നമ്മുടെ നാട്ടിലുള്ളത്.
അതിനു പകരമായി ഡിക്ലറേഷൻ നടത്തുന്ന വോട്ടർമാരുടെ മുമ്പിൽ അവർ വലിയ ചോദ്യം ചെയ്യലിന് വിധേയമായതാണ് പല സ്ഥലത്തും പ്രശ്നമുണ്ടായത്. അതിന്റെ പേരിലാണ് രാവിലത്തെ പോളിംഗ് നീണ്ടുപോയത്. ജില്ലാ ഭരണാധികാരിമാരുടെ ഭാഗത്തുനിന്ന് ഓപ്പൺ വോട്ട് തൽക്കാലം നിർത്തിവെച്ചിരിക്കുന്നുള്ള മെസ്സേജ് പോളിംഗ് ബൂത്തിലേക്ക് എത്തിയത് വലിയ കൺഫ്യൂഷൻ ഉണ്ടാക്കി. അത് നമ്മുടെ പോളിംഗിന്റെ സമയം അപഹരിച്ചിട്ടുള്ള സമ്പ്രദായമാണ്. രണ്ടാമത്, വലിയ സമയം ഒരു വോട്ട് ചെയ്തെടുക്കാൻ വലിയ സമയമെടുക്കുന്നുണ്ട്. അതും പോളിംഗ് വൈകിയതിന് ഒരു പ്രധാനപ്പെട്ട കാരണമാണ്. സാധാരണ 1 മിനിറ്റ് കൊണ്ട് പൂർത്തിയാക്കേണ്ട പ്രക്രിയ 3 മിനിറ്റും 4 മിനിറ്റും ഒക്കെ എടുക്കുന്നുണ്ട്. എനിക്കത് കോഴിക്കോട് മാത്രമല്ല എല്ലാ പാർലമെന്റ് മണ്ഡലങ്ങളും ഉണ്ടായിട്ടുണ്ടെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അതും നമ്മെ സംബന്ധിച്ചിടത്തോളം പോളിംഗ് വൈകാനുള്ള ഒരു പ്രധാനപ്പെട്ട കാരണമാണ്. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്. കോഴിക്കോട് മണ്ണൂരിൽ ടൂറിസ്റ്റ് ബസ് നിയന്ത്രണം വിട്ട് താഴ്ചയിലേക്ക് മറിഞ്ഞ് ഒരാൾ മരിച്ചു. കൊല്ലം കോട്ടുക്കൽ ആലംകോട് മനുഭവനിൽ 28-കാരനായ അമലാണ് മരിച്ചത്. തിരുവനന്തപുരത്ത് നിന്നും ഉടുപ്പിയിലേക്ക് പോവുകയായിരുന്നു ബസ്. കോഴിക്കോട് മണ്ണൂരിൽ ടൂറിസ്റ്റ് ബസ് നിയന്ത്രണം വിട്ട് താഴ്ചയിലേക്ക് മറിഞ്ഞ് ഒരു മരണം, നിരവധി പേർക്ക് പരിക്കേറ്റു. കൊല്ലം കോട്ടുക്കൽ ആലംകോട് മനുഭവനിൽ മോഹൻദാസിന്റെ മകൻ അമലാണ് മരിച്ചത്. തിരുവനന്തപുരത്ത് നിന്നും ഉടുപ്പിയിലേക്ക് പോവുകയായിരുന്നു ബസ്. പുലർച്ചെ 2:30-യോടെയാണ് അപകടമുണ്ടായത്. അപകടത്തിൽ 18 പേർക്ക് പരുക്കേറ്റതായാണ് പ്രാഥമിക നിഗമനം. പരുക്കേറ്റവരിൽ 2 പേരുടെ നില ഗുരുതരമാണ്. ഇവരെ കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് മാറ്റി. ബസ്സിൽ 27 യാത്രക്കാരും 3 ജീവനക്കാരുമാണ് ഉണ്ടായിരുന്നത്. കോഹിനൂർ എന്ന പേരിൽ സർവീസ് നടത്തുന്ന ബസ് കടലുണ്ടി മണ്ണൂർ പഴയ ബാങ്കിന് സമീപത്ത് വെച്ചാണ് മറിഞ്ഞത്. ഡ്രൈവർ ഉറങ്ങിപ്പോയതാകാം അപകടത്തിന് കാരണമെന്നാണ് കണക്കാക്കുന്നത്. പോലീസും അഗ്നിരക്ഷാ സേനയും ചേർന്നാണ് രക്ഷാപ്രവർത്തനങ്ങൾ നടത്തിയത്. ന്യൂസ് ബ്യൂറോ, ഫറൂഖ്. കൂടുതൽ വാർത്തകൾ ഇടവേളയ്ക്ക് ശേഷം. ക്യാൻസറിനെതിരെ പൊരുതാനായി കാലിക്കറ്റ് സിറ്റി സർവീസ് സഹകരണ ബാങ്കും MVR ക്യാൻസർ സെന്ററും സംയുക്തമായി അവതരിപ്പിക്കുന്ന ക്യാൻസർ ചികിത്സാ സഹായ പദ്ധതിയാണ് മാസ് കെയർ. ക്യാൻസറിനെതിരെ പൊരുതാനായി കാലിക്കറ്റ് സിറ്റി സർവീസ് സഹകരണ ബാങ്കും MVR ക്യാൻസർ സെന്ററും സംയുക്തമായി അവതരിപ്പിക്കുന്ന ക്യാൻസർ ചികിത്സാ സഹായ പദ്ധതിയാണ് മാസ് കെയർ. ക്യാൻസറിനെതിരെ പൊരുതാനായി കാലിക്കറ്റ് സിറ്റി സർവീസ് സഹകരണ ബാങ്കും MVR ക്യാൻസർ സെന്ററും സംയുക്തമായി അവതരിപ്പിക്കുന്ന ക്യാൻസർ ചികിത്സാ സഹായ പദ്ധതിയാണ് മാസ് കെയർ. വാർത്തകൾ തുടരുന്നു. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കോഴിക്കോട് ജില്ലയിൽ 76.42% പോളിംഗ്. 2019-നേക്കാൾ 5.5% കുറവാണ് ഇത്തവണത്തെ പോളിംഗ്. കടുത്ത ചൂടിലും നീണ്ട വരിയായിരുന്നു ബൂത്തുകളിൽ. ചിലയിടങ്ങളിൽ വോട്ടെടുപ്പ് രാത്രി വരെ നീണ്ടു. കടുത്ത ചൂടിനും മണിക്കൂറുകൾ നീണ്ട കാത്തിരിപ്പിനും ജില്ലയിലെ വോട്ടർമാരെ തളർത്താനായില്ല. ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ കോഴിക്കോട് ജില്ലയിൽ 76.42% പോളിംഗ് രേഖപ്പെടുത്തി. അതേസമയം 2019 ലോക്സഭാ തിരഞ്ഞെടുപ്പിനെ അപേക്ഷിച്ച് പോളിംഗ് 5.5% കുറഞ്ഞിട്ടുണ്ട്. 2019 ജില്ലയിലെ പോളിംഗ് 81.95% ഇടയ്ക്കിടെ തകരാറിലായ പോളിംഗ് യന്ത്രങ്ങളും പരിചയക്കുറവുള്ള ഉദ്യോഗസ്ഥരും പോളിംഗ് മന്ദഗതിയിലാക്കിയെങ്കിലും രാത്രി വരെ നീണ്ട വരിയിൽ ക്ഷമയോടെ കാത്തുനിന്ന് ജനം വോട്ട് ചെയ്തു. രാവിലെ 7-ന് പോളിംഗ് ആരംഭിച്ചപ്പോൾ എല്ലാ ബൂത്തുകളിലും കനത്ത തിരക്കായിരുന്നു. ചൂട് കനക്കും മുൻപ് തന്നെ വോട്ട് ചെയ്യാനായി വോട്ടർമാർ ബൂത്തിലെത്തി. ഉച്ചയോടെ തന്നെ മിക്ക ബൂത്തുകളിലും 40%-ഓടടുത്തെത്തിയിരുന്നു. പ്രായമായവരും കൈക്കുഞ്ഞുങ്ങളുമായി എത്തിയ അമ്മമാരും മണിക്കൂറുകൾ കാത്തുനിന്നാണ് വോട്ട് ചെയ്തത്. എന്നാൽ ഉച്ചയ്ക്ക് ശേഷം 3:30 വരെ പോളിംഗ് വേഗം കുറഞ്ഞു. വൈകിട്ട് 6-ന് പോളിംഗ് അവസാനിക്കേണ്ട സമയത്തും ബൂത്തുകളിൽ വോട്ടർമാരുടെ നീണ്ട വരിയായിരുന്നു. 6 മണി വരെ എത്തിയവർക്ക് ടോക്കൺ നൽകി വോട്ട് ചെയ്യാൻ അവസരമൊരുക്കി. ജില്ലയിലെ 2497 പോളിംഗ് ബൂത്തുകളിൽ പലയിടത്തും ഇലക്ട്രോണിക് വോട്ടിംഗ് മെഷീൻ തകരാറിലായി. 10 മിനിറ്റ് മുതൽ 1 മണിക്കൂർ വരെ പലയിടത്തും തടസ്സപ്പെട്ടു. പോളിംഗ് മന്ദഗതിയിലായതിനെ തുടർന്ന് ചിലയിടങ്ങളിൽ വോട്ടർമാർ ഉദ്യോഗസ്ഥരുമായി വാക്കേറ്റമുണ്ടായി. കാത്തുനിന്നും അടുത്ത ചിലർ വോട്ട് ചെയ്യാതെ മടങ്ങി. ഒറ്റപ്പെട്ട സ്ഥലങ്ങളിൽ കള്ളവോട്ടിനും ഇരട്ട വോട്ടിനും ശ്രമമുണ്ടായി. ക്രമസമാധാന പ്രശ്നമുണ്ടാകാൻ സാധ്യതയുള്ള ബൂത്തുകളിൽ കേന്ദ്രസേനയുടെ കനത്ത സുരക്ഷയിലാണ് പോളിംഗ് നടന്നത്. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്.
വോട്ടെടുപ്പ് ദിവസം കൃത്യമായി 7-ന് മുൻപ് തന്നെ വോട്ടർമാർ പോളിംഗ് ബൂത്തുകളിൽ എത്തിയെങ്കിലും യന്ത്രം കേടായി പലയിടത്തും വോട്ടെടുപ്പ് തുടങ്ങാൻ വൈകി. പകരം വോട്ടിംഗ് യന്ത്രം എത്തിയപ്പോഴേക്കും വോട്ടെടുപ്പ് 2 മണിക്കൂറോളം തടസ്സപ്പെട്ടു. ബേപ്പൂർ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ 41-ാം നമ്പർ ബൂത്തിൽ യന്ത്രം കേടായി രാവിലെ 2 മണിക്കൂറോളം വോട്ടെടുപ്പ് തടസ്സപ്പെട്ടു. മോക്ക് പോൾ ചെയ്യുമ്പോൾ യന്ത്രം പ്രവർത്തിച്ചില്ല. പുതിയ യന്ത്രം എത്തിച്ചാണ് പോളിംഗ് തുടങ്ങിയത്. അങ്ങനെയാണ് ഇവിടുത്തെ പ്രശ്നം പരിഹരിച്ചത്. ഇവിടുന്ന് പരാതി പറഞ്ഞെന്നാണ് ഇവിടുന്ന് ഓഫീസർ പറയുന്നത്. ഒരു LICയിലേക്ക് നമുക്ക് എഞ്ചിനീയേഴ്സിന് മൊത്തം കംപ്ലൈന്റ് ആണോ കോഴിക്കോട്? ആകെ ഇവിടെ നമുക്ക് ആകെ 3 സ്ഥലത്തുള്ള കംപ്ലൈന്റ്. ഒരു കംപ്ലൈന്റ് അറ്റൻഡ് ചെയ്യാൻ ഇവിടെ വന്നിട്ട് നിങ്ങൾ ആകെ 10 മിനിറ്റ് എടുത്തിട്ടില്ലല്ലോ. ഇവിടെ വലിയ പ്രശ്നം ഉണ്ടായിരുന്നില്ല. മണ്ണൂർ വടക്കുംപാട് കമാലിയ സ്കൂൾ 161-ാം നമ്പർ ബൂത്തിൽ യന്ത്രം തകരാറായി വോട്ടെടുപ്പ് 1.5 മണിക്കൂർ തടസ്സപ്പെട്ടു. രാവിലെ 8:30-നാണ് വോട്ടെടുപ്പ് തുടങ്ങിയത്. കരുവന്തിരുത്തി BMO UP സ്കൂൾ 120-ാം ബൂത്തിൽ മോക്ക് പോളിംഗിനിടെ യന്ത്ര തകരാർ കണ്ടെത്തി. അരമണിക്കൂർ വൈകിയാണ് വോട്ടെടുപ്പ് തുടങ്ങിയത്. ഫാറൂഖ് കോളേജ് വെനറിനി സ്കൂൾ 107-ാം നമ്പർ ബൂത്തിൽ യന്ത്ര തകരാറിനെ തുടർന്ന് അരമണിക്കൂറോളം വോട്ടെടുപ്പ് തടസ്സപ്പെട്ടു. ടെക്നീഷ്യൻ എത്തി അറ്റകുറ്റപ്പണി നടത്തിയ ശേഷമാണ് വോട്ടെടുപ്പ് തുടങ്ങിയത്. അരക്കിണർ മദ്രസത്തുൽ സലഫിയ നഴ്സറി സ്കൂളിൽ 10-ാം നമ്പർ ബൂത്തിൽ മോക്ക് പോൾ സമയത്ത് യന്ത്രം പ്രവർത്തനരഹിതമായി. ഉദ്യോഗസ്ഥർ ഇടപെട്ട് ഇത് ശരിയാക്കി 8:20-നാണ് വോട്ടെടുപ്പ് തുടങ്ങിയത്. കൊളത്തറ ആത്മവിദ്യാ സംഘം UP സ്കൂൾ 79-ാം നമ്പർ ബൂത്തിൽ രാവിലെ അരമണിക്കൂർ പോളിംഗ് തടസ്സപ്പെട്ടു. നടുവട്ടം ഗവൺമെന്റ് ഫിഷറി സ്കൂൾ 7-ാം നമ്പർ ബൂത്തിൽ യന്ത്രം കേടായി 3/4 മണിക്കൂർ വൈകി. ഫാറൂഖ് കോളേജ് ഫാറൂഖ് ALP 91-ാം നമ്പർ ബൂത്തിൽ VVPAT പ്രവർത്തനരഹിതമായി വോട്ടിംഗ് തടസ്സപ്പെട്ടു. കോടമ്പുഴ 88-ാം ബൂത്തിൽ മോക്ക് പോൾ സമയത്ത് തകരാർ കണ്ടെത്തി, പിന്നീട് പരിഹരിച്ചു. കോടഞ്ചേരി പഞ്ചായത്തിൽ ഏതാനും പോളിംഗ് ബൂത്തുകളിൽ വോട്ടിംഗ് യന്ത്രത്തിന്റെ തകരാർ മൂലം വോട്ടിംഗ് വൈകിയാണ് ആരംഭിച്ചത്. ചെമ്പുകടവ് ഗവൺമെന്റ് UP സ്കൂളിലെ 35-ാം നമ്പർ ബൂത്തിലും 40-ാം ബൂത്തിലും, നൂറാം തോട് AMLP സ്കൂളിലെ 36-ാം ബൂത്തിലും, കണ്ണോത്ത് സെന്റ് ആന്റണീസ് ഹൈസ്കൂളിലെ 43-ാം ബൂത്തിലും, മുറമ്പാത്തി ഗവൺമെന്റ് UP സ്കൂളിലെ 60-ാം ബൂത്തിലും യന്ത്രം തകരാറായതിനാൽ വോട്ടിംഗ് വൈകി. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്. ലോക്സഭാ തെരഞ്ഞെടുപ്പ് പ്രക്രിയകൾ പൂർത്തിയായതോടെ വോട്ടിംഗ് യന്ത്രങ്ങൾ സ്ട്രോങ് റൂമിലേക്ക് മാറ്റി. ബേപ്പൂർ നിയോജക മണ്ഡലത്തിലെ വോട്ടിംഗ് യന്ത്രങ്ങൾ മീഞ്ചന്ത ആർട്സ് ആൻഡ് സയൻസ് കോളേജിലെ സ്വീകരണ കേന്ദ്രത്തിൽ ഏറ്റുവാങ്ങി. ലോക്സഭാ തിരഞ്ഞെടുപ്പ് പ്രക്രിയ പൂർത്തിയായതോടെ ബേപ്പൂർ നിയോജക മണ്ഡലത്തിലെ വോട്ടിംഗ് യന്ത്രങ്ങൾ മീഞ്ചന്ത ആർട്സ് ആൻഡ് സയൻസ് കോളേജിലെ സ്വീകരണ കേന്ദ്രത്തിൽ ഏറ്റുവാങ്ങി. വോട്ടെടുപ്പിന് ശേഷം പ്രിസൈഡിംഗ് ഓഫീസർമാരിൽ നിന്ന് ഏറ്റുവാങ്ങിയ യന്ത്രങ്ങൾ രാത്രി വൈകി JDT ഇസ്ലാം സ്കൂളിലെ സ്ട്രോങ് റൂമിലേക്ക് മാറ്റി. മണ്ഡലത്തിൽ 176 പോളിംഗ് ബൂത്തുകളിലാണ് വോട്ടെടുപ്പ് നടന്നത്. വോട്ടെടുപ്പിനിടെ തകരാറുണ്ടായ കൺട്രോൾ യൂണിറ്റുകളും VVPATും സ്ട്രോങ് റൂമിലേക്ക് മാറ്റിയിട്ടുണ്ട്. രാത്രി 6-ന് പോളിംഗ് സമയപരിധി കഴിഞ്ഞെങ്കിലും ചിലയിടങ്ങളിൽ രാത്രി 9:30-നാണ് പ്രക്രിയ പൂർത്തിയായത്. നടപടികൾ പൂർത്തിയാക്കി അർദ്ധരാത്രിയോടെയാണ് വോട്ടിംഗ് സാമഗ്രികളുമായി ചില പോളിംഗ് ഉദ്യോഗസ്ഥർ തിരിച്ചെത്തിയത്. ഉദ്യോഗസ്ഥർക്ക് നൽകിയ ടോക്കൺ പ്രകാരം വോട്ടിംഗ് യന്ത്രങ്ങളും VVPATും സ്വീകരണ കേന്ദ്രത്തിൽ ഏറ്റുവാങ്ങി. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്. പോളിംഗ് ബൂത്തുകളിൽ കല്യാണ കാഴ്ചകൾ. വോട്ടെടുപ്പ് ദിവസം കല്യാണമായിട്ടും വധുവരന്മാർ വോട്ടവകാശം പാഴാക്കിയില്ല. വരണമാല്യമണിഞ്ഞ വധുവരന്മാരും അണിഞ്ഞൊരുങ്ങിയ മണവാട്ടിമാരും വിവിധ ബൂത്തുകളിൽ വോട്ട് രേഖപ്പെടുത്തി. വിവാഹ ദിവസം കോർപ്പറേഷൻ സ്ഥിരം സമിതി അധ്യക്ഷ നവവധുവായി വോട്ട് ചെയ്യാനെത്തിയത് വരനൊപ്പം. എരഞ്ഞിപ്പാലം കൗൺസിലറും മുൻ ദേശീയ ഹോക്കി താരവുമായ C. രേഖയാണ് വിവാഹവേഷത്തിൽ വോട്ട് ചെയ്യാനെത്തിയത്. വരൻ കണ്ണൂർ കൂത്തുപറമ്പ് സ്വദേശിയായ ശ്രീജിലിനൊപ്പമാണ് രേഖ വോട്ട് ചെയ്യാനെത്തിയത്. കൊയിലാണ്ടി മേലൂർ മീത്തലെ കാരോൽ ഉദയകുമാറിന്റെ മകൾ ആദിത്യയും വരൻ വാണിമേൽ വിഷ്ണുപ്രസാദിനൊപ്പം മേലൂർ LP സ്കൂളിലെ ബൂത്തിൽ വോട്ട് ചെയ്യാനെത്തി. ഉച്ചയ്ക്കായിരുന്നു ഇവരുടെ വിവാഹം. വടകര തോടന്നൂർ കുന്നോത്തുമീത്തൽ ദിവ്യയും വരൻ പഴങ്കാവ് തോട്ടത്തിൽ റിജുൻലാലിനൊപ്പം തോടന്നൂർ UP സ്കൂളിലെ ബൂത്തിൽ വോട്ട് ചെയ്തു. ദിവ്യയ്ക്ക് ഇവിടെയാണ് വോട്ട്. വരൻ റിജുൻലാലിന് ഖത്തറിൽ ജോലിയാണ്. നേരത്തെ പൊള്ളാച്ചിയിലെ താമസക്കാരനായിരുന്നതുകൊണ്ട് പഴങ്കാവിലെ വീട്ടിൽ വോട്ടില്ല. കായപ്പനിച്ചിയിലെ എടവത്തുകണ്ടി പ്രകാശന്റെയും പ്രമീളയുടെയും മകൾ സോന വിവാഹവേദിയിൽ നിന്ന് വരൻ നിഖിലിനൊപ്പം ഇരിങ്ങണ്ണൂർ വെസ്റ്റ് LP സ്കൂളിലെ 1-ാം നമ്പർ ബൂത്തിലെത്തി വോട്ട് ചെയ്തു. നടക്കാവ് തോപ്പയിൽ ബീച്ചിൽ കോയമോന്റെയും
ഷഹർബാന്റെയും മകൾ ഷഹല ജാസ്മിൻ വധുവേഷത്തിലെത്തി കന്നിവോട്ട് ചെയ്തു. കപ്പയ്ക്കൽ സ്വദേശി മെഹറൂഫുമായുള്ള വിവാഹമായിരുന്നു ഇന്നലെ. കന്നിവോട്ടായതിനാൽ ചെയ്യണമെന്ന് നിർബന്ധമുള്ളതിനാൽ ഷഹല കൂട്ടുകാരികൾക്കൊപ്പം വെള്ളയിൽ സ്കൂളിലെത്തി വോട്ട് ചെയ്തു. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്. വാർത്തകളിൽ ഒരു ഇടവേള കൂടി. ക്യാൻസറിനെതിരെ പൊരുതാനായി കാലിക്കറ്റ് സിറ്റി സർവീസ് സഹകരണ ബാങ്കും MVR ക്യാൻസർ സെന്ററും സംയുക്തമായി അവതരിപ്പിക്കുന്ന ക്യാൻസർ ചികിത്സാ സഹായ പദ്ധതിയാണ് മാസ് കെയർ. ക്യാൻസറിനെതിരെ പൊരുതാനായി കാലിക്കറ്റ് സിറ്റി സർവീസ് സഹകരണ ബാങ്കും MVR ക്യാൻസർ സെന്ററും സംയുക്തമായി അവതരിപ്പിക്കുന്ന ക്യാൻസർ ചികിത്സാ സഹായ പദ്ധതിയാണ് മാസ് കെയർ. ക്യാൻസറിനെതിരെ പൊരുതാനായി കാലിക്കറ്റ് സിറ്റി സർവീസ് സഹകരണ ബാങ്കും MVR ക്യാൻസർ സെന്ററും സംയുക്തമായി അവതരിപ്പിക്കുന്ന ക്യാൻസർ ചികിത്സാ സഹായ പദ്ധതിയാണ് മാസ് കെയർ. വാർത്തകൾ തുടരുന്നു. ഏപ്രിൽ 29 വേൾഡ് ഡാൻസ് ഡേയോടനുബന്ധിച്ച് കോഴിക്കോട് ചിദംബരം ഡാൻസ് ഇൻസ്റ്റിറ്റ്യൂട്ട് നൃത്താങ്കൺ 2024 നടത്തുന്നു. ചാലപ്പുറം കേസരി ഹാളിൽ നടക്കുന്ന നൃത്തപരിപാടിയിൽ കഥക് നർത്തകൻ ഗിരിധർ കൃഷ്ണയുടെ നേതൃത്വത്തിൽ 30ഓളം കലാകാരന്മാർ പങ്കെടുക്കും. ഈ വർഷത്തിൽ 1 മണിക്കൂർ പ്യുവർ ട്രഡീഷണൽ കഥക് ആൻഡ് ബോളിവുഡ് സിനിമകളിലെ കഥക് ഇല്ലാത്ത ഒരു ബോളിവുഡ് സിനിമകൾ വളരെ എല്ലമാണ്. അതിലൂടെയാണ് കഥകിനെ വളരെ ഫെമിലിയർ ആക്കപ്പെട്ടിരിക്കുന്നത്. കഥക് ശരിക്കും കൂടുതൽ ഫെമിലിയർ ആയത് നമ്മുടെ കേരളീയർ ഹിന്ദി സിനിമകളിലൂടെയാണ് കഥകിനെ കൂടുതൽ അറിഞ്ഞു തുടങ്ങിയത്. അതുകൊണ്ട് തന്നെ മിക്ക സിനിമകളിലും ഫെമിലിയർ ആയിട്ടുള്ള സിനിമകളിലെ പാട്ടുകൾ കൊറിയോഗ്രാഫി ചെയ്തിട്ടാണ് നമ്മൾ ഈ പ്രാവശ്യം ഡിഫറെൻ്റ് ആയിട്ട് അതിൽ കഥക്കിൻ്റെ ഡിഫറെൻറ്റ് ടൈപ്സ് സിനിമകളിൽ ഉപയോഗിക്കപ്പെടുന്ന തവായിഫ്, മുജ്ര, പിന്നെ അങ്ങനെയുള്ള ഡാൻസുകൾ, കവാലി, അങ്ങനെയൊക്കെ ഒരുപാട് ഫോംസുകളുണ്ട് കഥകിൽ നിന്ന് ഉരുത്തിരിഞ്ഞ് പോയിരിക്കുന്ന. അത് ബോളിവുഡിൽ എത്തിയപ്പോൾ മ്യൂസിക്കിനനുസരിച്ച്, താളത്തിനനുസരിച്ച്, ലയത്തിനനുസരിച്ച് ഡിഫറെൻ്റ് ആയിട്ടുണ്ട്. അത് ഈ പ്രാവശ്യം ഒന്ന് ചെയ്യുന്നത്. ചാലപ്പുറം കേസരി ഹാളിൽ ട്രഡീഷണൽ കഥക്കിന് പ്രാധാന്യം കൊടുത്തുകൊണ്ടും മുജ്ര, ബോളിവുഡ് കഥക്കും അവതരിപ്പിച്ചുമാണ് നൃത്താങ്കൺ 2024 നൃത്താവിഷ്കാരം നടക്കുക. പരിപാടിയിൽ 30ഓളം കലാകാരന്മാർ പങ്കെടുക്കും. പ്രശസ്ത സിനിമാ സീരിയൽ ആർട്ടിസ്റ്റ് ഗിരിധർ കൃഷ്ണ പരിപാടിക്ക് നേതൃത്വം നൽകും. ഉദ്ഘാടന ചടങ്ങിൽ തിരക്കഥാകൃത്ത് കലവൂർ രവികുമാർ, സംവിധായകൻ ജയരാജ്, തിരക്കഥാകൃത്ത് ദീദി ദാമോദരൻ, ആർട്ടിസ്റ്റ് ശ്രീലത നമ്പൂതിരി എന്നിവർ പങ്കെടുക്കും. അഹമ്മദ് ഇബ്രാഹിം സിത്താറിലും, സുധീർ കടലുണ്ടി തബലയിലും, വിനോദ് രാമനാട്ടുകര ഹാർമോണിയത്തിലും, കലാവതി ശ്രീജിത്ത് വോക്കലിലും നൃത്താവിഷ്കാരത്തിന് പശ്ചാത്തലമൊരുക്കുമെന്നും ഡയറക്ടർ ഗിരിധർ കൃഷ്ണ, രൂപ ശിവരാജ്, ഹരിദാസ്, സുധീർ കടലുണ്ടി, കലാവതി ശ്രീജിത്ത് എന്നിവർ അറിയിച്ചു. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്. മാമുക്കോയ നാടക, സീരിയൽ, സിനിമാ മേഖലകളിൽ കഴിവ് തെളിയിച്ച ബഹുമുഖ പ്രതിഭയാണെന്നും മാമുക്കോയയുടെ ഫോട്ടോ ടൗൺ ഹാളിൽ അനാച്ഛാദനം ചെയ്യണമെന്നും മാമുക്കോയ ഫൗണ്ടേഷൻ ഇതു സംബന്ധിച്ച തീരുമാനങ്ങൾ മാമുക്കോയയുടെ 1ാം അനുസ്മരണ യോഗത്തിൽ കൈക്കൊണ്ടു. നാടക, സീരിയൽ, ചലച്ചിത്ര അഭിനേതാവും സാമൂഹ്യ പ്രവർത്തകനുമായ മാമുക്കോയയുടെ ഫോട്ടോ ടൗൺ ഹാളിൽ അനാച്ഛാദനം ചെയ്യാൻ നഗരസഭയ്ക്ക് അപേക്ഷ നൽകാനും സ്മരണയ്ക്കായി അവാർഡ് ഏർപ്പെടുത്തുവാനും മാമുക്കോയയുടെ 1ാം ചരമവാർഷിക അനുസ്മരണ യോഗം തീരുമാനിച്ചു. മാമുക്കോയ ഫൗണ്ടേഷന്റെ ആഭിമുഖ്യത്തിൽ മാമുക്കോയയുടെ വസതിയിൽ ചേർന്ന 1ാം അനുസ്മരണ യോഗത്തിൽ അഡ്വക്കേറ്റ് എം രാജൻ അധ്യക്ഷത വഹിച്ചു. UDA പ്രസിഡന്റ് ഡോക്ടർ കെ മൊയ്തു അനുസ്മരണ യോഗം ഉദ്ഘാടനം ചെയ്തു. തിരക്കിനിടയിലും UDA പ്രസിഡന്റ് എന്ന നിലയിൽ മാമുക്കോയ മികച്ച പ്രവർത്തനം നടത്തിയെന്ന് അദ്ദേഹം പറഞ്ഞു. കാരശ്ശേരി സർവീസ് സഹകരണ ബാങ്ക് ചെയർമാൻ NK അബ്ദുറഹിമാൻ അടുത്ത വർഷം മുതൽ മികച്ച കലാകാരനും കലാകാരിക്കും മാമുക്കോയയുടെ പേരിൽ അവാർഡ് ഏർപ്പെടുത്തുമെന്ന് അനുസ്മരണ പ്രഭാഷണത്തിൽ പറഞ്ഞു. മാമുക്കോയയ്ക്ക് അർഹിക്കുന്ന അംഗീകാരം സർക്കാരിൽ നിന്നും ഉണ്ടായിട്ടില്ലെന്നും 1000-ലധികം വേദികളിൽ AK പുതിയങ്ങാടി രചിച്ച മോചനം എന്ന നാടകം അവതരിപ്പിച്ചുകൊണ്ട് കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതി കെട്ടിപ്പടുക്കുന്നതിൽ നിർണായക പങ്ക് വഹിച്ചെന്നും മലയാള ചലച്ചിത്ര കാണികൾ പ്രസിഡന്റ് ഷവലിയർ C ചാക്കുണ്ണി അനുസ്മരിച്ചു. മോചനം എന്ന നാടകത്തിൽ കൂടെയാണ്, അദ്ദേഹത്തിന്റെ അഭിനയമോടുകൂടിയാണ് AK പുതിയങ്ങാടിയാണ് നാടകം ചെയ്തത്. അദ്ദേഹത്തിന്റെ ആ മോചന നാടകം 1000-ലധികം സ്റ്റേജുകളിൽ പ്രദർശിപ്പിച്ചിട്ടുണ്ട്. വ്യാപാരി സംഘടനയ്ക്ക് അദ്ദേഹം നൽകിയ സംഭാവനകൾ വളരെ മികച്ചതാണ്. പരിപാടിയിൽ അഡ്വക്കേറ്റ് MK അയ്യപ്പൻ, P ബാലൻ, അനീഷ് കുമാർ, E മുഹമ്മദ് നിസാർ, റോസമ്മ, സൂഫി അബ്ദുള്ള, അഹമ്മദ് സായർ എന്നിവരും സംസാരിച്ചു. ചടങ്ങിൽ മാമുക്കോയുടെ ബന്ധുമിത്രാദികളും സമീപവാസികളും പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്.
GMC ഓർത്തോ ഫൗണ്ടേഷൻ ഹോസ്പിറ്റലിൽ സൗജന്യ സമ്പൂർണ്ണ തോൾ സന്ധി താക്കോൽദാര ശസ്ത്രക്രിയ ക്യാമ്പ് ഏപ്രിൽ 28 നടത്തും. കൊറിയൻ യൂണിവേഴ്സിറ്റിയിലെ പ്രൊഫസർ വൈയോൺ വോൺ സമ്മേളനം വെബിനാറായി ഉദ്ഘാടനം ചെയ്യുമെന്ന് സംഘാടകർ അറിയിച്ചു. അസോസിയേഷന്റെ 30ാം വാർഷിക സമ്മേളനം ഇതിനോടനുബന്ധിച്ച് നടത്തുന്നതാണ്. ഈ സമ്മേളനത്തിൽ ഇന്ത്യയിലടക്കമുള്ള 350 പരം ഡോക്ടർമാർ പങ്കെടുക്കുന്നതാണ്. ഈ അവസരത്തിൽ സോൾ സന്ധിക്ക് തിരഞ്ഞെടുക്കപ്പെട്ട രോഗികൾക്ക് 8 രോഗികൾക്ക് സമ്പൂർണ്ണ സൗജന്യ താക്കോൽദാര ശസ്ത്രക്രിയ ഷോൾഡർ ജോയിന്റ് നടത്തുന്നതാണ്. ഇൻഡോ കൊറിയൻ ഓർത്തോപീഡിക് ഫൗണ്ടേഷന്റെയും പ്രൊഫസർ PK സുരേന്ദ്രൻ മെമ്മോറിയൽ എഡ്യൂക്കേഷൻ ഫൗണ്ടേഷന്റെയും സംയുക്താഭിമുഖ്യത്തിൽ നടത്തുന്ന 30ാം വാർഷിക സമ്മേളനത്തോടനുബന്ധിച്ചാണ് ക്യാമ്പ് നടത്തുന്നത്. കൊറിയൻ യൂണിവേഴ്സിറ്റിയിൽ നിന്നുള്ള വൈയോൺ വോൺ സമ്മേളനം വെബിനാറായി ഉദ്ഘാടനം ചെയ്യും. തായ്വാനിൽ നിന്നുള്ള ഡോക്ടർ ചിൻ ഹാവോ ചിയു മുഖ്യപ്രഭാഷണം നടത്തും. ഡോക്ടർ റോഷൻ വേഡ് തുടർ വിദ്യാഭ്യാസ പരിപാടി ഉദ്ഘാടനം ചെയ്യും. തോൾ സന്ധി സമ്പൂർണ്ണ താക്കോൽദാര ശസ്ത്രക്രിയ ക്യാമ്പിൽ തിരഞ്ഞെടുക്കപ്പെട്ട രോഗികൾക്ക് സൗജന്യമായി ശസ്ത്രക്രിയ ചെയ്തു കൊടുക്കുമെന്നും പ്രൊഫസർ ഡോക്ടർ ഗോപിനാഥ് P, ഡോക്ടർ നിഖിൽ ഗോവിന്ദൻ, ഡോക്ടർ ജസ്രാജ് സെബാസ്റ്റ്യൻ എന്നിവർ വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു. പ്രായത്തിൽ 2 രീതിയിൽ തകരാറ് വരാം. ഒന്ന് മുഴുവനായി തേഞ്ഞു പോകുന്ന അസ്ഥി, അത് മാറ്റിവെക്കാൻ നിർത്തിയുള്ളൂ, ഓപ്പൺ സർജറിയാണ്. പ്രായമുള്ളവർക്ക് തന്നെ നാഡീ വ്യതിയാനങ്ങളും നാഡികൾ വിട്ടുപോയ തകരാറുകളൊക്കെ താക്കോൽദാര ശസ്ത്രക്രിയയോടെ പരിഹരിക്കാം. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്. കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കും കോഴിക്കോട് ജില്ലാ വാർത്തകൾ എന്ന യൂട്യൂബ് ചാനൽ സന്ദർശിക്കുക. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. ഭരണതലത്തിലും ഉദ്യോഗസ്ഥ തലത്തിലും നടന്ന ഗൂഢാലോചനയാണ് വോട്ടിംഗ് വൈകാൻ കാരണമായതെന്ന് DCC പ്രസിഡന്റ് K. പ്രവീൺ കുമാർ. അനാവശ്യ നിയന്ത്രണങ്ങൾ ജില്ലാ ഭരണകൂടത്തിന്റെയും തെരഞ്ഞെടുപ്പ് ഉദ്യോഗസ്ഥരുടെയും ഭാഗത്തു നിന്നും ഉണ്ടായതാണ് വോട്ടിംഗ് വൈകാൻ കാരണമെന്ന് NDA സ്ഥാനാർത്ഥി MT രമേശ്. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കോഴിക്കോട് ജില്ലയിൽ ഇത്തവണ 76.42% പോളിംഗ്. പോളിംഗ് ബൂത്തുകളിൽ കല്യാണ കാഴ്ചകൾ, വധൂവരന്മാർ വോട്ടവകാശം വിനിയോഗിച്ചു. കോഴിക്കോട് മണ്ണൂരിൽ ടൂറിസ്റ്റ് ബസ് നിയന്ത്രണം വിട്ട് മറിഞ്ഞ് ഒരാൾ മരണപ്പെട്ടു. നടൻ മാമുക്കോയയുടെ ഫോട്ടോ ടൗൺ ഹാളിൽ അനാച്ഛാദനം ചെയ്യണമെന്ന് മാമുക്കോയ ഫൗണ്ടേഷൻ. ഇതോടെ ഈ വാർത്താ ബുള്ളറ്റിൻ സമാപിക്കുന്നു. നമസ്കാരം.